ഇനി നമ്മളൊരു പ്രതിരോധ സഹകരണ വിശേഷത്തിലേക്ക് പോവുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും സ്ഥിരതയുള്ള സൗഹൃദമായാണ് ഇന്ത്യ റഷ്യ ബന്ധം വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധം, ഊർജം, വ്യാപാരം, ബഹിരാകാശ, മാണവരംഗം എന്നീ മേഖലകളിലൊക്കെ ഈ ബന്ധം ലോക സമ്മർദ്ദങ്ങൾക്കിടയിലും സുശക്തമാണ്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിലൂടെയും തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറുകളിലൂടെയും നാൾക്കുനാൾ ഈ ബന്ധം കൂടുതൽ ദൃഢമായി വളരുകയും ചെയ്യുന്നു. പരിശോധിക്കുന്നു ഹൈ ഫൈവ് വളരുന്ന സൗഹൃദം. തുറമുഖങ്ങളും സൈനിക താവളങ്ങളും പരസ്പരം ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന 2025 കരാർ പ്രാബല്യത്തിലായതാണ് ഈ സഹകരണത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസം. രണ്ടു രാജ്യങ്ങളും 3000 സൈനികരെയും 5 യുദ്ധക്കപ്പലുകളും വരെ വിന്യസിക്കാൻ അനുമതി നൽകുന്നതാണ് ഇൻഡോ റഷ്യൻ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് എഗ്രിമെന്റ് എന്ന ഈ പ്രതിരോധ കരാർ. പരിശോധിക്കാൻ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പോവുകയാണ്. റെലോസ് എന്ന് പറയുന്ന ഒരു കരാറിൽ. റെലോസ് എന്നാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്, റെലോസ്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ മറവിൽ ട്രംപ് ഭരണകൂടം പാകിസ്ഥാനോട് കൂടുതൽ ചായ്വ് പ്രകടിപ്പിക്കുന്നതിനിടയിൽ റഷ്യയിലെ കര, നാവിക, വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യക്കും അതേപോലെ തിരിച്ചും ഉപയോഗിക്കാൻ കഴിയുന്ന കരാറാണ് റെലോസ് കരാർ. ഇതാണിപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ കരാറിലെ സുപ്രധാനമായ കാര്യങ്ങൾ അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പരസ്പര സൈനിക ബേസുകൾ, അതേപോലെ തന്നെ പോർട്ടുകൾ, എയർബേസുകൾ എന്നിവ രണ്ട് രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇന്ധനം, റിപ്പയർ, മെയിൻ്റനൻസ്, പിന്നെ സപ്ലൈസ് എന്നിവയും ഇതിൻ്റെ ഒപ്പം തന്നെ ലഭിക്കുകയും ചെയ്യും. രണ്ട് ബേസുകളും ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രണ്ട് രാജ്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം. അതിനൊപ്പം കരാറിലെ മറ്റ് കാര്യങ്ങൾ, സൈന്യം, യുദ്ധക്കപ്പൽ, വിമാനങ്ങൾ എന്നിവ തമ്മിൽ പ്രവേശിക്കാനും പ്രവർത്തിക്കാനും അനുമതി നൽകുന്നതാണ് ഈ കരാർ. അതിനൊപ്പം ജോയിന്റ് എക്സസൈസ്, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, ട്രെയിനിങ്, അതേപോലെ ഡിസാസ്റ്റർ റിലീഫ് തുടങ്ങിയവയ്ക്കും ഈ രണ്ട് രാജ്യങ്ങളിലെ സൈന്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി എത്ര സൈനിക ശക്തി വിന്യസിക്കാം രാജ്യങ്ങൾക്കെന്ന് പരിശോധിച്ചാൽ രണ്ട് രാജ്യങ്ങൾക്കും ഏകദേശം 3000 സൈനികരെ ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ 5 യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാം. അതേപോലെ 10 സൈനിക വിമാനങ്ങൾക്കും ഈ ഭാഗത്ത് വിന്യസിക്കാൻ അനുമതിയുണ്ട്. യുദ്ധ സാഹചര്യങ്ങളിലും സമാധാന കാലത്തും സഹകരണം ഉറപ്പുവരുത്തുന്ന റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്, റെലോസ്, 2025 ഫെബ്രുവരി മാസം 18 മോസ്കോയിൽ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവച്ചതാണ്. ഈ കരാർ ജനുവരി 12 പ്രാബല്യത്തിൽ വന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം രാജ്യം പുറത്തുവിടുകയും ചെയ്തു. US-മായി ഇന്ത്യക്ക് കരാറുണ്ടായിരുന്നു. അത് ലിമോവ എന്നാണ് ആ എഗ്രിമെന്റിന്റെ പേര്. ലിമോ എന്നാണ് ആ എഗ്രിമെന്റ് പേര്. അതായത് ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്. പക്ഷേ ഈ കരാറിൽ ഇപ്പോൾ നിലവിലെ റെലോസ് കരാറിലെ പോലെ ഈ പരസ്പരമുള്ള ഇന്ധനം നിറയ്ക്കൽ, അതേപോലെ ലോജിസ്റ്റിക് സപ്പോർട്ട് തുടങ്ങിയവ മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഇന്ത്യൻ സേനാ വിഭാഗങ്ങളെ റഷ്യൻ സേനാ താവളങ്ങളിൽ വിന്യസിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലടക്കം US കടുത്ത എതിർപ്പ് ഉയർത്തുമ്പോഴും റഷ്യയുമായുള്ള സൗഹൃദം കൈവിടില്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. അതായത് ആർട്ടിക് മേഖലയിലും ഇന്ത്യക്ക് പ്രവേശനം എന്നുള്ളതാണ് റെലോസ് കരാറിലെ എടുത്തു പറയേണ്ട സവിശേഷത. ഇനി എന്തൊക്കെയാണ് വരുന്ന മാറ്റങ്ങൾ എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യത്തേത് ആഗോള മാരിടൈം ഹോട്ട്സ്പോട്ടായി മാറുന്ന റഷ്യയുടെ ആർട്ടിക് മേഖലയിലേക്ക് ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് റഷ്യയിലെ വലിയ തുറമുഖങ്ങളായ മുർമൻസ്ക്, അതേപോലെ തന്നെ സെവോ റോമാസ്ക്, ഈ ഇവിടങ്ങളിലൊക്കെ നങ്കൂരമിടാൻ ഇന്ത്യൻ കപ്പലുകൾക്കും സാധിക്കും, ഇന്ത്യൻ വെസലുകൾക്കും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി റഷ്യയിലെ യമാൽ പെനിൻസുലയിൽ നിന്നുള്ള LPG ഇറക്കുമതിക്ക് അവിടുത്തെ തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ സാധിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ കരാറിലെ. നാലാമത്തെ ഒന്ന്, റഷ്യൻ തുറമുഖങ്ങളിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും അതേപോലെ അറ്റകുറ്റപ്പണികൾ നടത്താനും സാധിക്കും എന്നുള്ളതും കരാറിൽ പറയുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ തുറമുഖങ്ങൾ റഷ്യൻ കപ്പലുകൾക്കും ലഭ്യമാകും. 5 വർഷമാണ് ഈ കരാറിൻ്റെ കാലാവധി നിലവിലുള്ളത്. ഈ കരാർ 5 വർഷം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് പുതുക്കാനും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊന്ന്, സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് ഈ കരാർ വലിയൊരു ഊർജ്ജമായി മാറുമെന്നാണ് രണ്ട് രാജ്യങ്ങളും പറയുന്നത്. സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി സൈനികരുടെ പരിശീലനം, അതേപോലെ പ്രകൃതി ദുരന്തം, യുദ്ധക്കെടുതി, ഈ സമയങ്ങളിലേക്ക് മാനുഷിക ദൗത്യങ്ങൾക്കും ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്.
ഇനി മറ്റൊന്ന് യുദ്ധക്കപ്പലുകൾക്ക് തുറമുഖങ്ങളിലേക്ക് എത്താം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സാധാരണ തുറമുഖങ്ങളിലേക്ക് യുദ്ധക്കപ്പലുകൾക്കുള്ള പ്രവേശനം ഇല്ല. പക്ഷേ ഈ കരാർ അനുസരിച്ച് രണ്ട് രാജ്യങ്ങൾക്കും യുദ്ധക്കപ്പലുകളെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിരുന്നു, ഇന്ധനം നിറയ്ക്കൽ, റിപ്പയർ സർവീസ്, അതേപോലെ വെള്ളം, ഭക്ഷണം, സാങ്കേതിക തടസ്സം തുടങ്ങിയവയും ഒക്കെ ഇതിൽ കൂടെ ലഭ്യമാകും രണ്ട് രാജ്യങ്ങൾക്കും. യുദ്ധവിമാനങ്ങൾക്ക് എയർ ട്രാഫിക് കൺട്രോൾ, എയറോനോട്ടിക്കൽ ഡേറ്റ, നാവിഗേഷൻ സംവിധാനങ്ങളും പങ്കിടാൻ കഴിയും. ഇതൊക്കെയാണ് ഈ കരാറിൽ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യ റഷ്യ കരാർ പ്രാബല്യത്തിൽ വന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കരാർ കൂടി പിറന്നു. ആ കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതിൽ ഈ കൊറിയയുമായി നമ്മുടെ രാജ്യം ഒപ്പിട്ട ഒരു കരാറാണ്. 2030 $5000 കോടി വ്യാപാരത്തിന് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായ ലീ ജയ് മ്യൂങ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു, ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയ സമയത്താണ് ഈ ചർച്ച നടന്നതും ഈ കരാറിൽ നമ്മൾ ഒപ്പിട്ടതും. ഈ കരാർ അനുസരിച്ചും കപ്പൽ നിർമ്മാണം, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ, ക്രിട്ടിക്കൽ മിനറൽസ്, അതേപോലെ തന്നെ പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവയൊക്കെയും ശക്തമാക്കും. ദക്ഷിണ കൊറിയയിലേക്ക് സ്റ്റീൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അടുത്ത ഒരു വർഷം അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ പരിഷ്കരിക്കും. കൊറിയൻ കമ്പനിയുടെ വരവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യാപാര ടൗൺഷിപ്പ് സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതാണ് ഈ കൊറിയയുമായി നമ്മൾ ഒപ്പിട്ട കരാറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ റഷ്യ സൗഹൃദം അത് കാലങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. സോവിയറ്റ് കാലം മുതലുള്ള സൗഹൃദമാണ് അത്. പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ വിമർശനത്തിനിടയിലും ഇന്ത്യയുടെ നിലപാട് റഷ്യ ഇന്ത്യ സൗഹൃദത്തിൻ്റെ തെളിവായി തന്നെ കണക്കാക്കേണ്ടതാണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണത്തിനുള്ള അംഗീകാരം കൂടിയാണ് പുതിയ കരാറെന്നാണ് റഷ്യ വിശേഷിപ്പിക്കുന്നതാണ് ഈ പ്രതിരോധ രംഗത്തെ വിശേഷം.